ാണ് ഇവിടെ ഭരണം മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയവും അതിലില്ല. വേണിങ്ങനെ മൂച്ചിപ്പിക്കച്ചൂടാണ് അധികാരത്തിൽ വരുന്നില്ല, ഞങ്ങളില്ലെങ്കിൽ വരൂലായിരുന്നു. ഇപ്പൊ കേരളം ഭരിക്കുന്ന ഉമ്മൻചാണ്ടി എന്നല്ല, കാന്തപുരം ഞെട്ടിയ മൂപ്പരൊക്കെ പറഞ്ഞില്ല. നിങ്ങൾ ആലോചിച്ച് ഇങ്ങനെ 8 കാലം മുന്നിക്കാകെന്ന് പറഞ്ഞാല് പറയുമ്പോ വേണ്ട കുറച്ചൊക്കെ ഒരു 20 സീറ്റിൽ 10 ഞങ്ങളുണ്ടാകും പറഞ്ഞത് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ആൾക്കാർ കേൾക്കുമ്പോ അല്ലെ ഇത്ര വലിയ തമാശ അല്ലേ? ഈ പ്രസ്താവനയെ കുറിച്ച് മുസ്ലിം ലീഗിന്റെ കരുത്തനായ ജനറൽ സെക്രട്ടറിയോട് ചോദിച്ചു പറഞ്ഞില്ലേ? കെ പി മജീദ് സാഹിബ് പറഞ്ഞെന്താ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ തമാശയായിട്ട് ഞാൻ ഇതിനെ കാണുന്ന റബാഹും മലയാള മനോരമ. ഈ സനത് പറഞ്ഞിടാറില്ല. നിലത്തിന്റെ പത്രം കയ്യിലുണ്ട്. ആലോചിച്ചു ഇയാളെ ശക്തി കൊണ്ടാണ് എല്ലാവർക്കും ജയിച്ചത്. ഇരിക്കട്ടെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ലീഗ് എത്ര സീറ്റ് മത്സരിച്ചു? 24 സീറ്റ്. എത്ര സ്ഥലത്ത് ജയിച്ചു? 20 സീറ്റ്. എത്ര സ്ഥലത്ത് തോറ്റു? 4 സീറ്റ്. ഇനി നമ്മൾ നോക്കാം ഇയാളെ ശക്തിയും പറയണം. എവിടേക്കാ ലീഗ് തോറ്റത്? ഒന്ന് ലീഗ് തോറ്റത് കാന്തപുരത്തിന്റെ കാന്തപുരത്തിന്റെ മൂക്കിന്റെ താഴെ കാരന്തൂർ മർക്കസ് സഖാഫത്ത് സുന്നിയെ നിലകൊള്ളുന്ന കുന്നമല മണ്ഡലത്തിൽ എന്തേ ടവറിന്റെ ചോട്ടിൽ റേഞ്ച് ഇല്ലാത്തത്? അവിടെയല്ലേ റേഞ്ച് വേണ്ടത്? നിങ്ങളെ റേഞ്ച് കൊണ്ടാണ് ജയിച്ചെങ്കിൽ 1. 2 ലീഗ് തോറ്റത് എവിടെയാ? കാന്തപുരം കഴിഞ്ഞാൽ ആ കൂട്ടത്തിലെ 2ാം മൗലാനയായ സാക്ഷാൽ പേരോടത്തറമ സഖാഫിന്റെ മണ്ഡലത്തിൽ അല്ലേ? അവിടെ ആരാ ജയിച്ചത്? പടത്തോന് സുന്നത്ത് ജമാഅത്തിന് 110 സുന്നി. ആരാ? സഖാവ് ലതിക. തോറ്റതാരാ? സുന്നില്ലല്ലോ, സൂഫി. നിങ്ങളെ ആലോചിച്ച് നിങ്ങള് സൂഫിക്ക് എന്താ അവിടെ കുറവ്? സൂഫി നരിക്കാറ്റിലൂടെ തോറ്റില്ലേ? ശക്തിയുണ്ടെങ്കിൽ, പേരോടിന് ശക്തിയുണ്ടെങ്കിൽ, കാന്തപുരത്തിന് ശക്തിയുണ്ടെങ്കിൽ എന്തുകൊണ്ട് കുന്നമംഗലത്തും കുറ്റ്യാടി മണ്ഡലത്തിൽ ലീഗ് തോറ്റു? എല്ലാവർക്കും അറിയില്ല. അപ്പൊ പിന്നെ വേണു അടുത്ത ചോദിച്ചെന്നറിയോ? എന്നാ പിന്നെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി പ്രതീക്ഷിക്കുന്നത് നിങ്ങളെയാണ്. ഇയാൾക്ക് ഇങ്ങനെ കയറ്റി വിടാണ്. അപ്പൊ എന്നെ തന്നെ ഈ സാധുവിനെ അറിയേണ്ടത് പത്രക്കാരാണെന്നുള്ളത്. പത്രക്കാർ ഏതൊക്കെ രീതി ചോദിച്ചു. അപ്പൊ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആരെ പക്ഷത്ത് നിൽക്കും? അപ്പൊ കാന്തപുരത്തിന്റെ മറുപടി, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അല്ലെങ്കിലും എല്ലാ വർഷവും എല്ലാ പ്രാവശ്യവും ഞങ്ങൾ UDF-ന്റെ മാത്രമേ നിൽക്കാറുള്ളൂ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊന്നാനി തെരഞ്ഞെടുപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. രണ്ടത്താണിത് മത്സരിച്ചിട്ടില്ല. TK ഇല്ല, സ്ഥാനാർത്ഥിയായിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ LDF-നൊപ്പം നിൽക്കാറില്ല. അതിന് കാരണം പറഞ്ഞാൽ ഞങ്ങൾ LDF-നോട് പറയാറുണ്ട്, നിങ്ങൾ അവിടെ പോയിട്ടൊരു കാര്യമില്ല, നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുകയാണ്, നിങ്ങൾ മന്ത്രിസഭയിൽ അംഗത്വം എടുക്കുന്നില്ല, മന്ത്രിസഭയെ പിന്തുണക്കുന്നില്ല, പിന്തുണച്ചാൽ തന്നെ പിൻവലിക്കുകയാണ്, പിന്നെ നിങ്ങൾ പോയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലല്ല ഞങ്ങൾ ഒരിക്കലും LDF-നെ പിന്തുണക്കാറില്ല. കേട്ടോ, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഒരു പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബലപരീക്ഷണം നേരിടേണ്ടി വരുന്ന ഘട്ടമാണത്. ലീഗ് അവിടെ ഒരു പ്രധാനിയല്ല. ഏറിയാൽ 1 അല്ലെങ്കിൽ 2 സീറ്റുകളിലാണ് ലീഗ് മത്സരിക്കുക. പ്രധാനമായും ഉമ്മൻചാണ്ടി പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് കാന്തപുരത്തിലാണ്. പിണറായിക്ക് പറയേണ്ടി വന്നതുപോലെ ഉമ്മൻചാണ്ടിക്കും പറയേണ്ടി വരുമോ? അദ്ദേഹം അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായും ഞങ്ങൾ അങ്ങനെയാണ്. പണ്ട് തന്നെ ഞങ്ങൾ LDF-നോട് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കാതിരിക്കാൻ കാരണം നിങ്ങൾ മന്ത്രിസഭയിൽ ചേരുന്നില്ല, മന്ത്രിസഭയെ പിന്തുണക്കുന്നുമില്ല, പിന്തുണച്ചത് പിൻവലിക്കുകയും ചെയ്തു. ഇനി നിങ്ങൾ അവിടെ പോയി ഇരുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. 19 MP-മാർ അവിടെ പോയി ഇരുന്നിട്ട് അവരുടെ ശബ്ദം ഞങ്ങൾ ഇന്ന് വരെ 5 കൊല്ലത്തിനിടയിൽ കേട്ടിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടില്ല കാന്തപുരം വിഭാഗം. ഇടതുപക്ഷ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും നിങ്ങൾ ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടില്ലേ? കേട്ടോളെ, കുറച്ചപ്പുറം ഇല്ല, കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു അണുമണി പോലും ഞങ്ങൾ പിന്തുണച്ചിട്ടില്ല. അണുമണി പോലും. എത്ര നാര്യപ്പെടാത്ത അവിടെ പൊന്നാനി മണ്ഡലത്തിൽ നടന്നത്, എത്ര കുത്തുകേട്ടാണെന്ന് കൂട്ടരെ. കണ്ണിയത്തുസ്താദിന്റെ സ്ഥാനാർത്ഥി ജയിക്കാൻ അങ്ങനെയുള്ളൂ പത്രത്തിലെഴുതി, കണ്ണിയത്തുസ്താദിന്റെ സ്ഥാനാർത്ഥി. നിങ്ങള് കത്തി കൊണ്ട് കുത്തിയവരെ ചൂണ്ടുവിരല് കൊണ്ട് പാഠം പഠിപ്പിക്കണം. നിങ്ങള് സലാത്ത് നഗറിൽ കണ്ടോ? സലാത്ത് നഗറിൽ കണ്ടോ? കരയിൽ ബുഹാരിത്തങ്ങളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാരാ? ആരാണ് ആ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്? സാക്ഷാൽ ഹുസൈനണ്ടത്താണി. അവിടുത്തെ നേതാക്കന്മാർ പ്രസംഗിച്ചതെന്താ? കത്തികൊണ്ട് കുത്തിയവരെ ചൂണ്ടുവിരല് കൊണ്ട് പാഠം പഠിപ്പിക്കണം. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ലീഗിനെതിരെ വോട്ട് ചെയ്യണമെന്ന് സുന്നി നേതാക്കൾ
അതിന്റെ അടിയിൽ ഒരു പ്രസ്താവന ആരതാ? ഇടതുമുന്നണി സർക്കാർ ജനങ്ങൾക്കൊപ്പം നിന്നു VS അച്യുതാനന്ദൻ. ഇയാളിൽ കൊണ്ടോ ഈ സലാത്ത് നഗർക്ക്? ഇയാൾ ചെല്ലുമ്പോൾ ഒരു ഗേറ്റ് ഉണ്ട്, സലാത്ത് നഗർ. സാധാരണ രാഷ്ട്രീയക്കാരെ ഈ ഗേറ്റ് കണ്ടിട്ടാണ് അവിടെ കൂടി പ്രസംഗിക്കാം. ഇയാൾ സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞു, സലാത്ത് സാഹിബ് കാര്യപ്പെട്ട മഹാനായിരുന്നു, ഈ സമൂഹത്തിന് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ട വ്യക്തിത്വമായിരുന്നു. അപ്പോഴാരോ വേക്കെന്ന് പറഞ്ഞു, സലാത്ത് സാഹിബല്ല. അപ്പൊ ഇയാൾ സലാത്ത് നഗർ നടപ്പ് EMS നഗർ എന്ന് കാണുന്നതുപോലെ ഇതൊരു മഹാന്റെ പേരുള്ള നഗരം ചേർക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു സലാത്തിന്റെ മജ്ലിസിൽ കൊണ്ടുപോകാൻ പറ്റിയൊരു സാധനം. ഞാൻ രാഷ്ട്രീയ നിലക്കിലോട്ടെന്ന് പറയുന്നത് അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഓരോന്നിനോരോന്ന് രീതിയിൽ ആലോചിക്കാം. എന്നിട്ടോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്താ ചെയ്ത്? ഞങ്ങള് ഡോക്ടർ രണ്ടത്താണ് 72,000 ഭൂരിപക്ഷത്തിന് വിജയിക്കും. 72,000 ഭൂരിപക്ഷത്തിന്. കാരണം എന്താ? ഇവിടെ എല്ലാവരും വോട്ട് ചെയ്താലും കിട്ടാൻ പോകില്ല. പിന്നെന്താ? മലക്കളറിഞ്ഞ് വോട്ട് ചെയ്തു. പക്ഷെ എണ്ണി വെക്കുമ്പോൾ മലക്കള ഡ്രസ്സൊന്നുമില്ല. കാരണം എല്ലാ കഥയിലെ മലക്കുകളാണ്. നിങ്ങൾ ആലോചിച്ചു, ആരാ രാഷ്ട്രീയത്തിന്റെ കളി കളിച്ചവിടെ? എന്നിട്ട് രാഷ്ട്രീയമല്ല നോക്കിങ്ങള്, രാഷ്ട്രീയത്തിന്റെ കളിയാണെന്ന് നോക്കിങ്ങള്. ആരാണ് നിൽക്കുന്നത്? സഖാവ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി. മനുഷ്യച്ചങ്ങൾ തീർക്കുക. നിങ്ങൾ ആലോചിക്കും, മനുഷ്യച്ചങ്ങളെ ഇതാ തീർക്കുമ്പോ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വേറെ എത്ര ആൾക്കാരുണ്ട്, അവിടെ പോയി നിന്ന സ്ഥലം നോക്കിങ്ങള്. ഇപ്പുറത്ത് ബാലേട്ടനുണ്ട്, അവിടെ പോയി ഒരു മൂലയൊരു തലയെക്കിട്ടും കിട്ടിയിട്ട് ഈ സമുദായത്തിനെ പറയിപ്പിക്കാൻ വേണ്ടി. നമ്മൾ ആലോചിക്കുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവരെന്താ പറഞ്ഞത്? ഞങ്ങളെ വോട്ട് കൊണ്ടാണ് ലീഗ് ജയിച്ചത്. ആര് പറഞ്ഞു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാന്തൂരി ഭാഗം ഇവിടെ എന്താ ചെയ്തത്? എല്ലാ മണ്ഡലത്തിലും നടന്ന് പ്രസംഗിച്ചില്ലേ ലീഗിന്റെ പേരിൽ? കാന്തപുരത്തിന്റെ അരിമശിഷ്യൻ സാക്ഷാൽ മുള്ളൂർക്കര സഖാവ് മുള്ളൂർക്കര മോർ സഖാഫി കേരളത്തിന്റെ പല ഭാഗങ്ങളും പോയി പ്രസംഗിച്ചെന്താ അദ്ദേഹം പ്രസംഗിച്ചത്? അദ്ദേഹം പറഞ്ഞു, അരിവാൾ ചിത്തിക നക്ഷത്ര ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം. കേട്ടോളൂ നിങ്ങൾ, അയാൾ തലയെക്കിട്ടും കിട്ടി പ്രസംഗം കേട്ടോളൂ. അതോടുകൂടെ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, മുസ്ലിം സമുദായത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ബോധം കെട്ട് നടക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ബോധം കെട്ട് പോകുന്നു പറഞ്ഞപ്പോ കുട്ടികൾ ഭയങ്കര കയ്യടി. അതിനിടയ്ക്ക് മറ്റൊരു പരിപാടിയില്ല. ഓർക്ക് അതല്ലേ പരിചയമുള്ളൂ, കയ്യടിച്ച് പരിചയമല്ല. ഇപ്പൊ ഒരു അല്ലാഹു അക്ബർ, ഒരു വഖഫ് കാത്തിട്ടാണല്ലോ എപ്പോഴും തക്ബീറല്ലേ. എന്താ പറഞ്ഞോടി നോക്കണില്ല. ആരാധി പറയണത്? സഖാവ് മുള്ളൂർക്കറും സഖാഫി. ഈ സഖാവ് മുസ്ലിംകാരും വിചാരിച്ചെടുത്തോ? അയാൾ അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സഖാവ് വിളിക്കുന്ന ഇഷ്ടം. അദ്ദേഹം തന്നെ പറയാം, അങ്ങനെയാണല്ലോ. കാരണം ഒരു മുസ്ലിയാരൊക്കെ പെൻഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അരിവാൾ ചുറ്റികൾക്കല്ലാതെ ഓട്ടിക്കും. അത് സഹിക്കൂല. ശ്രീ കരീം അവർകളെ ബഹുമാനപ്പെട്ട മന്ത്രി രാഷ്ട്രീയം പറയുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെ പറയാതിരിക്കുക ഇത്? എങ്ങനെ പറയാതിരിക്കും സുഹൃത്തെ? ഇത് കാര്യത്തിന്റെ ഗൗരവതാണ്. ആദ്യം പറഞ്ഞപ്പോ പലിശ എന്ന് പറഞ്ഞു. രണ്ടാമത് മുസ്ലിയാക്കന്മാരോടൊക്കെ പറഞ്ഞു, അടുത്തു പോകരുത്, മാർക്സിസ്റ്റ് എന്ന പെൻഷനാണ് പറഞ്ഞു. അപ്പോ എന്നൊക്കെ വിളിക്കുന്നത് സഖാവ് മുള്ളൂർക്ക മുഹമ്മദ് അലി സഖാഫ്. അതൊന്നും നിങ്ങൾ നോക്കണ്ട. അതൊക്കെ ഉണ്ടാവും, ഇഞ്ഞും നിർത്തും, ഇഞ്ഞും അടക്കും, അതൊക്കെ ചെയ്യും. അതൊക്കെ ഓരോന്നിങ്ങനെ കേൾക്കുമ്പോഴേ അടിയിന്നിങ്ങനെ തരിപ്പ് കയറുമ്പോ ചെല്ലുന്ന ഫോണിന്റെ പ്രതിഫലനം കൂട്ടേ. അതുകൊണ്ട് ഇതിനെ തകർക്കാൻ വിചാരിക്കണ്ട. ആ വക ഓലപ്പാമ്പൊന്നും കാട്ടിയിട്ട് ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിയുന്നുള്ള വിചാരമുണ്ട് നിങ്ങൾ.